അൻസിബ ഔട്ടാവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ്. കരഞ്ഞു വിളിച്ചുകൊണ്ട് റഷി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവരെങ്ങനെയാണ് എവിക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം. സെയിം അതേ സാധനം തന്നെയാണ് പ്രൊമോയിൽ വന്നിരിക്കുന്നത്. പ്രൊമോക്കകത്ത് എന്താണ് ഉള്ളത്? റഷി കരഞ്ഞു വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊമോക്കകത്ത് ആദ്യം കാണിക്കുന്നത് ലാലേട്ടൻ വരുന്നു. നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോകാം എന്ന് പറയുകയാണ്. റഷി, അൻസിബ ഇവർ രണ്ടുപേരെ മാത്രം എഴുന്നേപ്പിച്ച് നിർത്തുകയാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ശ്രീധുവിനെയും അർജുനെയും ആദ്യം സേവ് ആക്കുന്നു, എന്നിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ലാലേട്ടൻ അപ്പം റഷി പറയുകയാണ് മാക്സിമം നമ്മൾ നമ്മുടെ ഇൻപുട്ട് കൊടുത്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത്, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് എത്തിയെന്ന് പറയുന്നു. അപ്പോൾ അൻസിബ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ലാലേട്ടൻ നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല സൗഹൃദത്തിലൂടെ പോയ ആൾക്കാരാണ്. അപ്പോൾ റഷി എനിക്ക് അൻസിബയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്, മോർ ദാൻ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അൻസിബ എൻ്റെ അനിയനായിട്ടാണ് ഞാൻ ഇവനെ എപ്പോഴും പറയുന്നത്, ഐ ലവ് ഹിം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയെ കെട്ടിപ്പിടിക്കുന്നു. റഷ്യക്ക് ഉമ്മ കൊടുക്കുന്നു, റഷ്യയും തിരിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ലിവിംഗ് റൂമിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. ലിവിംഗ് റൂമിൽ വെച്ച് പ്ലാസ്മ ടി വിയിൽ അൻസിബയുടെയും റഷ്യയുടെയും വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് റഷ്യ ഭയങ്കര കരച്ചിലാണ്, അൻസിബ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ലിവിംഗ് റൂമിൽ വെച്ച് തന്നെ നേരെ ബെഡ്റൂമിൽ പോകുന്നു. അവിടെ വെച്ചും ഋഷി ഭയങ്കര കരച്ചിലാണ്, അൻസിബ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഇടയിൽ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വീഡിയോ പ്ലാസ്മ ടി വിയിൽ കാണിച്ചിട്ട് പ്ലാസ്മ ടി വിയിലാണ് അൻസിബ എവിക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതേ സാധനമാണ്, അതുപോലെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഋഷിക്ക് പറഞ്ഞ പോലെ വിഷമം ഉണ്ടാവും. പക്ഷേ ഭയങ്കര ഒരു അൺഫെയർ ആണ്, കാരണം അൻസിബ പോകുന്നതിനേക്കാളും മുന്നേ പോകാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും പോയില്ല. ഒരു ടോപ്പ് 5 ഒക്കെ ഞാൻ ഉറപ്പിച്ച ആളായിരുന്നു, കാരണം കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൻ പോസിറ്റീവ് നെഗറ്റീവ്സ് അതൊക്കെ എന്തോ ആവട്ടെ, ബട്ട് ഷീ ഡിസർവ് ടോപ്പ് 5. അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഒരു ഗെയിം കളിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.